ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി 110 സങ്കീർത്തനം 2 വാക്യം, നിൻ്റെ ബലമുള്ള ചെങ്കോൽ യഹോവേ സിയോനിൽ നീട്ടും എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹ സമൃദ്ധിയാണ് ചെങ്കോലെന്ന് കാണിക്കുന്നത്. അതിന് ഉദാഹരണം പഴയ നിയമത്തിലോട്ട് പോകുമ്പോൾ എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ 5-ാം അധ്യായം 2 വാക്യത്തിലാണല്ലേ, അഹോശ്വേരോശ് രാജാവ് എസ്തേർ പ്രാകാരത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ കൃപ തോന്നി, പൊൻചെങ്കോൽ നീട്ടി എന്ന് വായിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഒരു കൃപ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ദൈവജനത്തിന് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. കൃപ പ്രാപിച്ചവരാണ് നാം എല്ലാവരും. എന്നാൽ ഒരു പുതിയ കൃപയും കൂടെ, ഒരു അനുഗ്രഹ സമൃദ്ധിയുടെ കൃപ പ്രാപിക്കാൻ പോവുകയാണ്. കൃപമേൽ കൃപ പ്രാപിച്ചവരായി ദൈവികമാകുന്ന മഹത്വമുള്ള ശുശ്രൂഷയുടെ സ്ഥാനമാനങ്ങൾ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം നമ്മളെ ദൈവം സഹായിക്കാൻ പോവുകയാണ് അല്ലേ. ഹദസ എന്ന പെൺകുട്ടി ആ രാജ്യത്ത് വന്നത് വല്ലാത്ത ദുരിതം പേറിയായിരുന്നു അല്ലേ. അപ്പനില്ല, അമ്മയില്ല, ചിറ്റപ്പനാൽ വളർത്തപ്പെട്ടവളായി ആ രാജ്യത്ത് വന്നെങ്കിൽ അവൾ അവിടുത്തെ നിയമങ്ങളെല്ലാം പാലിക്കപ്പെട്ടവളായി തീർന്നു. പക്ഷേ അവൾക്കൊരു ഉയർച്ച ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. എങ്കിലും സ്വർഗത്തിലെ ദൈവം കണ്ടോ, അവൾക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് കരുതി വച്ചിരുന്നു. ആ കരുതി വച്ചിരുന്നതിനെ തക്ക സമയത്ത് അഹോശ്വേരോശ് രാജാവിലൂടെ വെളിപ്പെടുത്തുകയാണ് അല്ലേ. ആ പൊൻചെങ്കോൽ നീട്ടിയതോടുകൂടി അവിടെ ജീവിതത്തിൻ്റെ കഷ്ടതയും വേദനയും പ്രയാസങ്ങളും നിന്ദകളും അപമാനങ്ങളും മാറിപ്പോകുവാനിടയായി തീർന്നു അല്ലേ. രാജവസ്ത്രം ധരിച്ച് രാജചെങ്കോല് വെച്ചുകൊണ്ട് കിരീടം ചൂടി അല്ലേ, അവളുടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരവസ്ഥ. എത്ര വലിയ ഭാഗ്യമാണ്. ഇതുപോലുള്ള ചില വിടുതലിൻ്റെ നല്ല നല്ല ശുശ്രൂഷകളും നല്ല നല്ല അനുഗ്രഹങ്ങളും നല്ല നല്ല നന്മകളും എൻ്റെ കർത്താവ് എനിക്ക് എൻ്റെ ദൂതുകൾക്ക് എന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കുകയാണ്. അത് വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുക തന്നെ ചെയ്യും. ഇവിടെ വായിക്കുന്നു, നിൻ്റെ ബലമുള്ള ചെങ്കോൽ. കർത്താവിൻ്റെ ചെങ്കോലിന് ബലമുണ്ട്. അതിനെ ഉടയ്ക്കുവാനോ തകർക്കുവാനോ ഒടിക്കുവാനോ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഈ ലോകത്തിലെ ഒരു പിശാചിനും ഒരു പൈശാചിക ശക്തിക്കും ഒരു വ്യാപാരത്തിനും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു യാതൊരുവിധ ദുഷ്ടശക്തികൾക്ക് ഈ ചെങ്കോലിനെ ഒടിച്ചു കളയാൻ പറ്റത്തില്ല. കാരണം ഇത് കർത്താവിൻ്റെ ചെങ്കോലാണ്. ഇത് ബലമുള്ള ചെങ്കോലാണ്. ബലവാനായ ദൈവത്തിൻ്റെ ബലമുള്ള ചെങ്കോൽ നമുക്ക് നേരെ നീട്ടിയിരിക്കുകയാണ്. നമ്മുടെ വേദനയും ഭാരവും പ്രയാസങ്ങളെല്ലാം മാറുന്നു. ഇതാ വിടുതൽ വരുന്നു. ഈ വിടുതൽ അനുഭവിപ്പാൻ സ്വർഗം നമ്മളെ സഹായിക്കേണ്ടതിന് കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. നാമത്തെ അങ്ങ് മഹത്വപ്പെടുത്തിയാലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.